നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാത ആരാധനയിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് ഞങ്ങൾക്കും ഈ പ്രഭാതത്തിൽ അവിടുത്തെ ആലയത്തിന്റെ മനോഹരതയിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനാൽ സ്തോത്രം. ഇന്നത്തെ ദിവ്യാരാധനയിൽ അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്നവരും അതുപോലെ തന്നെ ഭവനങ്ങളിലായിട്ട് അവിടെയിടങ്ങളിലായിട്ട് ആരാധനയിൽ സംബന്ധിക്കുന്നവരുടെ മേലും അവിടുത്തെ സ്വർഗീയമായിട്ടുള്ള ആശീർവാദത്തെ അവിടുന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ബലം ഞങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തുണ ചെയ്യണമെന്ന് ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവിന്റെ നാമമഹത്വത്തിനും സ്തുതിക്കുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 23-ാമത്തെ പാട്ട് പാടി നമുക്ക് ആരാധന തുടരാം. കീർത്തനം 23. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ.
ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം, സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ നാമത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ. പ്രിയരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. വരുന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളെ ആർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ പ്രകാശത്തിലായി നടന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യിച്ചിരിക്കുന്നെങ്കിലും ഞങ്ങളെ വിട്ടാകുന്നില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പിടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ നിർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ദൈവത്തിന്റെ പുതുക്കലിനെ സേവിപ്പാൻ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിങ്കൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴികൾ ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവുന്നു.
മനഃപൂർവമായ മനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്കിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അങ്ങയുടെ ആത്മാവോട് കൂടെയോ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിനു പിൻപ് 25-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. നിന്റെ സ്വരൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും എല്ലാ ജീവിതാപകടങ്ങളും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെയും ശോധനകളുടെയും മധ്യത്തിൽ നിന്റെ രാജ്യത്തിന്റെ പ്രമാണങ്ങളായ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ദൈവം വിവേചിച്ചറിയുവാൻ സഹായിക്കണമേ. നിന്റെ നാമമഹത്വത്തിനു വേണ്ടി കഷ്ടങ്ങൾ കണക്കിലെടുക്കാതിരുന്ന് നിന്റെ പുത്രനിൽ ഞങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കുവാൻ ഞങ്ങൾക്കും കൃപ ചെയ്യണമെന്നും ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്നും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ 1-ാം പാഠം വായിക്കുന്നതായിരിക്കും. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം എസ്തറിന്റെ പുസ്തകം 8-ാം അധ്യായം 7 മുതൽ 17 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കും. എസ്തർ 8-7 മുതൽ 17 വരെ. അപ്പോൾ അഹശ്വേരോശ് രാജാവ് എസ്തർ രാജ്ഞിയോടും യഹൂദനായ മൊർദെഖായിയോടും കൽപ്പിച്ചത്, ഞാൻ ഹാമാന്റെ വീട് എസ്തേറിന് കൊടുത്തുവല്ലോ. അവൻ യഹൂദന്മാരെ കയ്യേറ്റം ചെയ്യുവാൻ പോയതുകൊണ്ട് അവനെ കഴുമരത്തിൽ തൂക്കിക്കളഞ്ഞു. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുവിൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. അങ്ങനെ സീവാൻ മാസമായ 3-ാം മാസം 23-ാം തീയതി തന്നെ രാജാവിന്റെ രായസക്കാരെ വിളിച്ചു. മൊർദെഖായി കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ യഹൂദന്മാർക്കും ഹിന്ദുദേശം മുതൽ കൂശ് വരെയുള്ള 127 സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജാതിക്ക് അതത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി. അവൻ അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ എഴുതിച്ചു. രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ലേഖനങ്ങളെ രാജാവിന്റെ അശ്വഗണത്തിൽ വളർന്നു രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളുടെ പുറത്ത് കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തയച്ചു. അവയിൽ രാജാവ് അഹശ്വേരോശ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതു നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. അന്നത്തേക്ക് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അങ്ങനെ അഞ്ചൽക്കാർ രാജകീയ തുരങ്കങ്ങളുടെ പുറത്തു കയറി രാജാവിന്റെ കൽപ്പനയാൽ നിർബന്ധിതരായി ബന്ധപ്പെട്ട് ഓടിച്ചുപോയി. ശൂഷൻ രാജധാനിയിലും തീർപ്പ് പരസ്യം ചെയ്തു. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണങ്ങൾ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും
ആനന്ദവും ബഹുമാനവും ഉണ്ടായി. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നത് കൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ പ്രത്യേക സങ്കീർത്തനം 12 വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 12-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും മനസ്സോടുകൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനനാണെന്ന് അവർ പറയുന്നു. ഇളയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിലൊരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലെപ്പോൾ എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം പാഠം ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. 2-ാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25 മുതൽ 30 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം ശ്രദ്ധിപ്പിൻ. ഫിലിപ്പിയർ 2:25 മുതൽ 30 വരെ. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ഇവിടെ ലേഖനഭാഗം അവസാനിക്കുന്നു. സുവിശേഷ വേദഭാഗം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ കർത്താവേശു മിശിഹായുടെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ കർത്താവേശു മിശിഹായുടെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവ വചനങ്ങൾ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്ക.
നാം കേട്ടത് ദൈവവചനം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമുക്ക് നൽകിയ വിലയേറിയ അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് പ്രകാരം ഒരു അവസരം തന്ന പ്രിയച്ചനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരാവുക. നാം ഇന്ന് സുവിശേഷ വേദഭാഗമായി വായിച്ച യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കാം എന്ന് അവനോട് പറഞ്ഞു. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. വചനത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ഏതാത്മാവിനാൽ ദിവ്യമായ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ തന്നെ വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ നിങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവനുള്ള വചനത്തിനായി സ്തോത്രം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ വചനത്തിലൂടെ അടിയങ്ങളെ ഇന്ന് പകൽക്കാലം അവിടുന്ന് യോഗ്യരാക്കണമേ. ദൈവരാജ്യത്തിനു വേണ്ടി അന്ത്യത്തോളം നിലകൊള്ളുവാൻ അവിടുന്ന് അടിയങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ. അടിയങ്ങളുടെ വിളിയെ തിരിച്ചറിയുവാൻ അടിയങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ ദൈവത്തെ സ്തുതിപ്പാനും അന്ത്യത്തോളം വിശ്വസ്തരായി നിലകൊള്ളുവാനും അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ. അടിയനോടുകൂടി അവിടുത്തെ കൃപ ഇരിക്കണമേ. ക്രൂശിന്റെ മറവിൽ നിർത്തണമേ. ദൈവനാമം മഹത്വപ്പെടണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ആൻഡ് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിൽ നിന്നും വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. ദൈവത്തിനായി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഉദ്യമിക്കുക. ഭാരതം കണ്ട ആധുനിക മിഷണറിമാരിൽ ഏറ്റവും പ്രധാനിയായ വില്യം കേറി തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്ന വാക്കുകളാണ് ഇത്. ഇതിൽ ആദ്യ ഭാഗം നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ദൈവത്തിൽ നിന്നും വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. എന്നാൽ ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഉദ്യമിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നില്ല എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ബംഗാളി ഭാഷയിലും ഹിന്ദി ഭാഷയിലും സംസ്കൃത ഭാഷകളിലേക്കൊക്കെ വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായും വിവർത്തനം ചെയ്ത വ്യക്തിയായിരുന്നു വില്യം കേറി. അതുപോലെ പുതിയ നിയമം പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ദൈവശാസ്ത്ര പഠനത്തിനായി ഒരു തിയോളജിക്കൽ കോളേജ് സ്ഥാപിക്കുവാൻ സെനറ്റ് ഓഫ് സെറാംപൂർ അത് സുവിശേഷം പ്രചരിപ്പിക്കുന്നതോടൊപ്പം സാമൂഹികമായ പ്രശ്നങ്ങളിലും വളരെയധികം ഇടപെട്ട് ജീവിക്കുവാൻ, പ്രത്യേക സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ നിലകൊള്ളുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് മിഷണറി ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. 1807 ഡിസംബർ മാസം 7-ാം തീയതി അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു പോവുകയാണ്. മാനസിക രോഗിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. 1812 മാർച്ച് മാസം 11-ാം തീയതി താൻ വർക്ക് ചെയ്തിരുന്ന പ്രസ് കത്തിപ്പോവുകയാണ്. ട്രാൻസ്ലേഷൻ വർക്ക് മുഴുവൻ അവിടെ കത്തി നശിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് സമൃദ്ധിയുടെ അവസ്ഥയല്ല, വേദനയുടെ അവസ്ഥയിലും ക്രിസ്തു നൽകുന്ന സമാധാനം അനുഭവിക്കുവാനായി സാധിക്കുന്ന അവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. വേദഭാഗത്ത് രണ്ടുപേരെയാണ് നാം കാണുന്നത്, കർത്താവും അതുപോലെ കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസും.
3 പേരുകളിൽ വിശുദ്ധനായ പത്രോസ് അറിയപ്പെടുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് അവന് പത്രോസ് എന്ന പേരിട്ടു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് ആകുന്നു. കേഫ അരാമ്യ ഭാഷയിലും പെത്രോസ് ഗ്രീക്ക് ഭാഷയിലും. പെത്രോസ്, അതാണ് പത്രോസ് ആയിട്ട്, പീറ്റർ ആയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നത്. അർത്ഥം എന്നുള്ളത് പാറ എന്നാണ്. പത്രോസ് ഗലീലയിൽ നിന്നുള്ളൊരു സാധാരണ മനുഷ്യനാണ്. എല്ലാവിധ വികാരങ്ങളുമുള്ള ഒരു സാധാരണക്കാരനായ മീൻപിടുത്തക്കാരനായിരുന്നു പത്രോസ്. എന്തിനു മുന്നിട്ടിറങ്ങിയിരുന്ന വ്യക്തിയാണ് പത്രോസ് എന്നുള്ളത് സുവിശേഷ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നു. ഇന്നും ഇസ്രായേൽ നാം ചെല്ലുമ്പോൾ ഗലീലി കടലിന്റെ അടുത്ത് പത്രോസിന്റെ അവിടെ പത്രോസിന്റെ ബോട്ട് എന്ന് പറഞ്ഞ് ബോട്ട് കാണുവാനായി സാധിക്കും. അതുപോലെ തന്നെ പീറ്റേഴ്സ് ഫിഷ് അവിടെ ലഭ്യമാണ്. പത്രോസ് പിടിച്ച മീനാന്നും പറഞ്ഞ് നമുക്ക് അത് ഹോട്ടലിൽ നിന്ന് ലഭിക്കും. നല്ലൊരു കച്ചവടമാണ് അവിടെ നടക്കുന്നത്. എന്തിലും മുന്നിട്ടിറങ്ങുന്ന വ്യക്തിയായിരുന്നു പത്രോസ്. യേശു കടലിൽ നടന്നപ്പോൾ യേശുവിനോട് അടുത്തേക്ക് നടന്നു ചെല്ലുവാനായി ശ്രമിക്കുന്ന പത്രോസ്, യേശുക്രിസ്തുവിനെ പിടിക്കുവാനായി വരുന്ന സമയത്ത് മഹാപുരോഹിതന്റെ ദാസനെ വാളെടുത്ത് വെട്ടുന്ന പത്രോസ്, കർത്താവിനോട് കൂടെ എപ്പോഴും പത്രോസും യാക്കോബും യോഹന്നാനും ഉണ്ടായിരുന്നു എന്നുള്ളത് സുവിശേഷ വേദഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. പള്ളിപ്രമാണിയുടെ മകൾ മരിച്ച സമയത്ത് അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യത്തിൽ യാക്കോബിന്റെയും യോഹന്നാന്റെയും കൂടെ പത്രോസും കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ മറുരൂപ മലയിൽ, ഉയർന്ന മലയിൽ രൂപാന്തരപ്പെടുമ്പോൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും നാം കർത്താവിനോട് കൂടെ കാണുന്നു. തന്റെ മരണത്തോടടുത്ത സമയത്ത് ഗത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ യേശുവിന്റെ അടുത്ത് അവിടെ പത്രോസും അതുപോലെ സെബദി മക്കളും ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങിയ സമയത്ത് അവിടെ കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിസാഹസികമായി ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തിത്വമായിരുന്നു പത്രോസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ പത്രോസ് കടന്നുപോയ ചില ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ഈ പകൽക്കാലം ചിന്തിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ പീറ്റർ ഹാഡ് എ ഗ്രേറ്റ് കൺഫെഷൻ എന്ന് നമുക്ക് കാണാനായി സാധിക്കും. ഒരു കുറ്റസമ്മതത്തിന്റെ അല്ലെങ്കിൽ ഏറ്റുപറച്ചിന്റെ അനുഭവം പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-69 വാക്യങ്ങളിൽ ആ വേദഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. പലരും കർത്താവിനെ വിട്ടു പോവുകയാണ്. എന്റെ മാംസം തിന്നുക, എന്റെ രക്തം കുടിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടത് കഠിന വാക്ക്, ഇത് ആർക്ക് ചെയ്യുവാനായി സാധിക്കുമെന്ന് വിചാരിച്ച് കുറെ ആളുകൾ, ശിഷ്യന്മാർ കൂടെ നിന്നവരൊക്കെ അവനെ വിട്ടുപോയി എന്നവിടെ പറയും. അവനെ വിട്ടുപോയ സമയത്ത് കർത്താവ് തന്റെ ശിഷ്യന്മാരോടും കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിക്കുന്നത്, നിങ്ങൾക്കും പോകുവാൻ മനസ്സാണെങ്കിൽ നിങ്ങളും പോയിക്കൊള്ളുക. അവിടെ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെയും പോവുകയില്ല. യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്ന് കർത്താവിനെ കുറിച്ച് ഏറ്റുപറയുന്ന ദ ഗ്രേറ്റ് കൺഫെഷൻ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന പത്രോസിന്റെ ജീവിതത്തിൽ. രണ്ടാമത് പത്രോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ നിന്ന് നാം കാണുന്നത് പീറ്റർ ഹാഡ് ഗ്രേറ്റ് പ്രോമിസ് എന്നുള്ളതാണ്. വലിയ വാഗ്ദത്വം അവിടെ ലഭിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് നാം അത് വായിക്കുന്നത്. ജനങ്ങൾ എന്നെ കുറിച്ച് ആർ എന്നാണ് പറയുന്നതെന്ന് ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്. അവിടെ അവർ മറുപടി പറയുന്നുണ്ട്. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, ചിലർ യിരെമ്യാവ്, മറ്റ് പ്രവാചകന്മാരിൽ ആരോ ഒരാളെന്നൊക്കെ അഭിപ്രായം പറയുന്നു എന്ന് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. അവിടെ പത്രോസാണ് മറുപടി അതിന് നൽകുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് അവിടെ പറയുക. അവിടെ പത്രോസിനൊരു വലിയ വാഗ്ദത്വം കർത്താവിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല.
നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പീറ്റർ ഹാഡ് എ ഗ്രേറ്റ് പ്രോമിസ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പത്രോസ് കടന്നുപോയ മറ്റൊരു ജീവിതാനുഭവം എന്നുള്ളത് പീറ്റർ ഹാഡ് എ ഗ്രേറ്റ് റെബ്യൂക്ക്. വലിയൊരു വഴക്ക് പറച്ചിലിന്റെ അനുഭവം പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ് വാഗ്ദത്വമെങ്കിലും പത്രോസ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവ് തന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങളെക്കുറിച്ചും സംഭവിക്കുവാൻ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് അവനെ മാറ്റി വിളിച്ചു നിർത്തി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും തന്നെ നിനക്ക് ഭവിക്കരുത്. അവിടെ കർത്താവ് പത്രോസിനോട് പറയുന്ന ഭാഷ നമ്മൾ കണ്ടിട്ടുണ്ട്. സാത്താനെ എന്നെ വിട്ട് പോ, സാത്താനെ എന്നെ വിട്ടു പോ, നീ പാറയാകുന്നു, ഈ പാറയാകുന്നു നിന്നിൽ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ ആ കേൾവി ഉണ്ടായ പത്രോസിന് തന്നെ കർത്താവിൽ നിന്ന് കേൾക്കുകയാണ്, സാത്താനെ എന്നെ വിട്ടുപോകും. ദൈവികമായ അരുളപ്പാടിനെ അത് നടക്കുവാനായി പാടില്ല എന്ന് കർത്താവിനോട് പറഞ്ഞപ്പോഴുണ്ടായ കർത്താവിന്റെ സ്വാഭാവിക പ്രതികരണമായിരിക്കാം. എന്നാൽ പത്രോസ് പലപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഓർത്ത് ദുഃഖിച്ച് കാണും. ആ ഒരു വിളി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഏറ്റവും എതിരാളിയായിരിക്കുന്ന സാത്താന്റെ പേര് കൂട്ടി പത്രോസിനെ വിളിച്ചു എന്നുള്ളത്. പീറ്റർ ഹാഡ് എ ഗ്രേറ്റ് റിബ്യൂക്ക്, ഒരു വഴക്കു പറച്ചിൽ പത്രോസിന്റെ ജീവിതത്തിൽ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നാലാമതായിട്ട് നമ്മൾ കാണുന്നത് പീറ്റർ ഹാഡ് എ ഗ്രേറ്റ് ഡിനയൽ. കർത്താവിനെ തള്ളിപ്പറയുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 31-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, എല്ലാവരും എങ്കിൽ ഇടറും, ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്നൊക്കെ പറയുമ്പോൾ പത്രോസ് അവിടെ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നുണ്ട്, അഫർമേഷൻ അവിടെ ഉണ്ട്. കർത്താവിനോട് പറയുകയാണ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്, എല്ലായ്പ്പോഴും നിന്നോട് കൂടെ ഇരിക്കും. അതിന് കർത്താവ് പറയുന്ന മറുപടിയാണ് 34-ാം വാക്യം നാം വായിക്കുന്നുണ്ട്, ഈ രാത്രി കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ഈ രാത്രി കോഴി കൂകും മുമ്പേ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും പത്രോസേ എന്നാണ് അതിന് മറുപടിയായിട്ട്. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് അവിടെ ഇടറിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 26-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 74-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നത്, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി എന്നാ പറയുന്നത്. യേശുക്രിസ്തുവിനെ പല പ്രാവശ്യം അവിടെ തള്ളിപ്പറയുന്ന പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലോ നാം ഓരോരുത്തരും. കർത്താവിനെ തള്ളിപ്പറയുന്നവരായി നമ്മൾ പരസ്യമായി കർത്താവിനെ തള്ളിപ്പറഞ്ഞോ അല്ലെങ്കിൽ കർത്താവിന് അപവാദം വരുത്തുന്ന വിധത്തിൽ സംസാരിക്കുകയോ ചെയ്യുന്നവരായിട്ടല്ല, കർത്താവ് നമ്മോട് അരുളി ചെയ്ത വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ സാധിക്കാതെ അതിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോൾ വാസ്തവമായും നാം ഓരോരുത്തരും കർത്താവിനെ തള്ളിപ്പറയുകയാണ് എന്ന് ഓർക്കുവാനായിട്ട് സാധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സുവിശേഷകൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 22-ാം അധ്യായം 61-ാം വാക്യത്തിൽ, അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ വേദനയുള്ള ഒരു അനുഭവമായിട്ട് അത് മാറുകയാണ്. പത്രോസിന്റെ ജീവിതത്തിൽ സാത്താനെ എന്ന വിളി കേട്ടതിലും വേദന നിറഞ്ഞ അനുഭവമായിരിക്കാം ആ നോട്ടം. ആ നോട്ടത്തിൽ പത്രോസിന് പുതിയ ദർശനങ്ങൾ ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുതിയൊരു വിളിയുടെ അനുഭവത്തിലേക്ക് പത്രോസ് വരികയാണ്. AD 61 തന്നെ ക്രൂശിക്കുമ്പോൾ തന്നെ തലകീഴായി ക്രൂശിക്കണം, കർത്താവിന്റെ പാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം എന്ന് പത്രോസ് പറയുവാൻ അടിസ്ഥാനമായി തീർന്ന കാരണം ആ ഒരൊറ്റ നോട്ടമായിരിക്കാം. അതിദുഃഖത്തോടുകൂടെ തന്റെ ജീവിതത്തിൽ 3.5 വർഷം പറഞ്ഞതിലും കൂടുതൽ കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിലൂടെ കർത്താവ് പത്രോസിനോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ സാഹസികമായി ജീവിക്കുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികമായി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കും. നമ്മുടെ നിലപാടുകളുള്ളവരായി അന്ത്യത്തോളം ദൈവരാജ്യ നിർമ്മാണത്തിനു വേണ്ടി, ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിലകൊള്ളുവാനായി എനിക്കും നിങ്ങൾക്കും സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രതികരണങ്ങളാണ് എപ്രകാരമാണ് നമ്മുടെ ജീവിത ക്രമങ്ങളിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളോട് ഞാനും നിങ്ങളും പ്രതികരിക്കുന്നത്. അവിടെയാണ് ദൈവരാജ്യത്തിന്റെ സ്ഥാപനം നിറവേറുന്നത്, അതിന്റെ പൂർത്തീകരണം സാധ്യമായി തീരുന്നത്. അതിൽ എൻ്റെ പങ്ക്, നമ്മുടെ ഓരോരുത്തരുടെയും പങ്ക് നിർവഹിക്കപ്പെടുന്നതെന്ന് നമുക്ക്
മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. സാധാരണ പറയാറുണ്ട്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ അവർ ആക്ഷൻസ് ബട്ട് ബൈ അവർ റിയാക്ഷൻസ്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയല്ല ക്രിസ്തീയത അളക്കപ്പെടുന്നത്, നമ്മുടെ പ്രതികരണങ്ങളിലൂടെയാണ്. നമ്മെ ഓരോരുത്തരെയും മുറിപ്പെടുത്തുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ എന്റെയും നിങ്ങളുടെ പ്രതികരണം എപ്രകാരമാകുന്നു, അതാണ് റിയാക്ഷൻ എന്നുള്ളത്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ അവർ ആക്ഷൻസ് ബട്ട് ബൈ അവർ റിയാക്ഷൻസ്. അഞ്ചാമതായി പത്രോസിന്റെ ജീവിതത്തിൽ നാം കാണുന്നത് എ ഗ്രേറ്റ് കമ്മീഷൻ ആണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. ലളിതമായൊരു ചോദ്യമാണ് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുന്നത് പോലെ, പപ്പയോട് സ്നേഹമുണ്ടോ, അമ്മയോട് സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ വളരെ ലളിതമായൊരു ചോദ്യമായി നമുക്ക് തോന്നാം. ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യേശുവിന് പലതും ശീമോനോട് ചോദിക്കാമായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പലതും കുത്തി ചോദിക്കാമായിരുന്നു. നിനക്ക് നാണം തോന്നുന്നില്ലേ? നീ പ്രായശ്ചിത്തത്തിന് ഒരുക്കമാണോ? നിന്റെ വിശ്വാസത്തിന് എന്തെങ്കിലും സ്ഥിരതയുണ്ടോ? നീയല്ലേ എന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞത്, എന്നിട്ട് നീ എന്നെ എത്ര സുന്ദരമായിട്ടാണ് തള്ളിപ്പറഞ്ഞത്? അങ്ങനെയൊക്കെ കർത്താവിന് വേണമെങ്കിൽ നമ്മുടെ നിലയിൽ ചിന്തിച്ചാൽ ചോദിക്കാം. ആ ചോദ്യങ്ങളൊക്കെ കർത്താവോടെ ഒഴിവാക്കിക്കൊണ്ട് തന്റെ ഹൃദയത്തെ തട്ടുന്ന വിധത്തിൽ ലളിതമായൊരു ചോദ്യം, വളരെ ലളിതമാണെങ്കിലും ഈ ചോദ്യത്തിൽ വലിയ വെല്ലുവിളികളുണ്ട്. ഈ ചോദ്യത്തിൽ വലിയ ഏറ്റുപറച്ചിലിന്റെ അനുഭവമുണ്ട്. 3 പ്രാവശ്യം നമ്മളത് കാണുന്നുണ്ട്. ഈ ചോദ്യത്തിൽ ഒരു ദൗത്യത്തിന്റെ ഒരു ഏൽപ്പിക്കൽ ഉണ്ട്. ഗ്രേറ്റ് കമ്മീഷനിങ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ ക്ഷമയുടെ അടയാളമായിട്ടാണ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് വീണ്ടും 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 ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അതുപോലെ പത്രോസിനും ക്ഷമയുടെ അനുഭവത്തെ കർത്താവ് നൽകുന്നത് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗ്രേറ്റ് കൺഫെഷൻ, വലിയൊരു ഏറ്റുപറച്ചിലിന്റെ അനുഭവം. ഗ്രേറ്റ് പ്രോമിസ്, വലിയൊരു വാഗ്ദത്തത്തിന്റെ അനുഭവം. ഗ്രേറ്റ് റെബ്യൂക്ക്, വലിയൊരു വഴക്കുപറച്ചിലിന്റെ അനുഭവം. ഗ്രേറ്റ് ഡിനയൽ, വലിയൊരു തള്ളിക്കളയലിന്റെ അനുഭവം. എല്ലാറ്റിലും ഉപരിയായ അവസാനമേ ഗ്രേറ്റ് കമ്മീഷൻ, വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ആ ഒരു ചുമതലയിലേക്ക് സാഹസികമായി ജീവിക്കുവാൻ പത്രോസിനെ കർത്താവ് വിളിച്ച് വേർതിരിക്കുകയും ആ സാഹസികത തന്റെ ജീവിതത്തിൽ അന്ത്യത്തോളം പത്രോസ് പിന്നീട് നിലനിർത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി കഷ്ടം സഹിക്കുവാൻ തയ്യാറായ പത്രോസ് തന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ എത്ര തീക്ഷ്ണമായ ആശയോടുകൂടെ അവൻ കർത്താവിനെ ശുശ്രൂഷിച്ചു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും സാധിക്കണം. അപ്പൊ രാഷ്ട്രത്തെ നയിക്കുന്നവർക്ക് ബുദ്ധിയും പ്രാപ്തിയും ഉണ്ടായാൽ മതി, എന്നാൽ ദൈവജനത്തെ നയിക്കുന്നവർക്ക് സ്നേഹം ഉണ്ടാകണം. പത്രോസിനോട് കർത്താവ് അതാണ് ചോദിക്കുന്നത്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മോടും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. കർത്താവിനെ തള്ളിപ്പറയുന്നവരായി നാം ആയിത്തീർന്നിട്ടുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ. കർത്താവിനെ ഏറ്റെടുക്കുന്നവരായി നാം പലപ്പോഴും നിന്നിട്ടുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ. കർത്താവിൽ നിന്ന് വലിയ വാഗ്ദത്വങ്ങൾ പ്രാപിച്ചവരായി ഞാനും നിങ്ങളും നിന്നിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം തന്നെ ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ചുമതലകളെ ഏറ്റെടുത്ത് ദൈവരാജ്യ നിർമ്മാണത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുക. ക്രിസ്തുവിനെ സ്നേഹിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാന പ്രമാണം. കത്തോലിക്കയിലെ വൈദികനായ ഫാദർ വിപിൻ ചൂതംപറമ്പിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കുറിച്ച് എഴുതിയ ഒരു അനുഭവം വായിക്കുവാനായിട്ട് സാധിച്ചു. ഇവര് മംഗലാപുരം സെമിനാരിയിൽ, കത്തോലിക്ക സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രായം കൊണ്ട് വളരെ സീനിയറായ ഒരു വ്യക്തിയായിരുന്നു സെബാസ്റ്റ്യൻ. വയനാട്ടിലെ ആദിവാസി ഇടങ്ങളിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എല്ലാവരും സ്നേഹപൂർവ്വം അവനെ സെബാൻ എന്നാണ് വിളിച്ചിരുന്നത്. പൂന്തോട്ടത്തിലും കളിയിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഞാനാണ് സീനിയർ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സെബാൻ. വയനാടൻ പാട്ടുകൾ നന്നായി പാടിയിരുന്നു. അതുപോലെ തേൻ, മയിൽപ്പീലിയൊക്കെ കൊടുത്ത് തമാശകൾ പറഞ്ഞ് എല്ലാവരുടെയും ഹൃദയത്തിൽ പതിഞ്ഞ വ്യക്തിത്വമായിരുന്നു. എല്ലാവരോടും കൂട്ടുകൂടുന്ന വ്യക്തിയായിരുന്നു സെബാൻ. ഒരു ദിവസം വിപിനച്ചൻ റൂമിലേക്ക് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച, സെബാൻ വളരെ സങ്കടത്തോടുകൂടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു പേപ്പറുണ്ട്, ഒരു ആൻസർ ഷീറ്റാണ്, താൻ എഴുതിയ ഒരു പരീക്ഷയുടെ ആൻസർ ഷീറ്റാണ്. അതിൽ മുഴുവൻ ചുവന്ന മഷി കൊണ്ട് വെട്ടും കുത്തുമാണ്. പീഡാനുഭവ വിവരണത്തിലെ 7 മൊഴികളെ കുറിച്ച് എഴുതുവാൻ, അതിന്റെ വിവരണം എഴുതുവാനായിട്ടൊരു അസൈൻമെന്റ് സെബാൻ ഒരു പരീക്ഷയായിട്ട് കൊടുത്തതാണ്. ആ പരീക്ഷയിൽ സെബാൻ തോറ്റുപോയി.
തോറ്റതല്ല സെബാന്റെ വിഷയം. ഉത്തരക്കടലാസ് തന്റെ കയ്യിലേക്ക് തന്ന അധ്യാപകൻ ഇപ്രകാരം ആക്രോശിച്ചു. ക്രൂശിൽ കിടന്ന് കർത്താവ് പറഞ്ഞ ആ 7 വരികൾ നിനക്ക് അറിയില്ലെങ്കിൽ പിന്നെ താനൊക്കെ എന്തിനാണോ അച്ഛനാകുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു സെബാനെ വളരെ വേദനിപ്പിച്ച ചോദ്യം. പ്രായം വളരെ ആയിട്ടും അച്ഛനാകണമെന്ന് ആഗ്രഹിച്ച സെബാൻ വളരെ സങ്കടപ്പെട്ടു. പിന്നീട് സുഹൃത്തായ വിബിയൻ അച്ഛനോട് പ്രകാരം പറഞ്ഞു, ഇനി അച്ഛനാകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നീ അച്ഛനായി എന്നെങ്കിലുമൊക്കെ പള്ളികളിൽ പോയി പ്രസംഗിക്കുന്ന സമയത്ത് ഈ മണ്ടൻ സെബാനെ കുറിച്ച് പറയണം. 7 വാക്കുകൾ കർത്താവ് ഉച്ചരിച്ചത് എന്തെന്ന് അറിയില്ലെങ്കിലും തന്റെ പരീക്ഷയിൽ 7 നിലയിൽ പൊട്ടിയെങ്കിലും ഇതിന്റെ 7ഉം 70ഉം ഇരട്ടി സെബാൻ തമ്പുരാനെ സ്നേഹിച്ചിരുന്നു എന്നുകൂടെ നീ പറയണം. അതാണ് എനിക്ക് നിന്നോട് പറയുവാനായിട്ടുള്ളത്. പക്ഷെ ദൈവം സെബാനെ സഹായിച്ചു. 2008 ഡിസംബർ മാസത്തിൽ അദ്ദേഹം വൈദികനായി പുത്തൻ കുർബാന ചൊല്ലിയതിനു ശേഷം മഞ്ഞപ്പിത്തം ബാധിച്ച് ആസ്പത്രിയിൽ കിടക്കുകയാണ്. ആ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ച ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ സെബാനച്ചൻ കേട്ട വാർത്ത, ഒരു കുർബാന മാത്രം ചൊല്ലിയ സെബാൻ ഇനി ഒരു കുർബാന ചൊല്ലുവാനായി കണ്ണു തുറക്കുകയില്ല, താൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. പലരും സെബാനച്ചനെ കുറിച്ച് വാചാലരായി സംസാരിച്ചു, ചിലർ കരഞ്ഞു. ഒടുവിൽ അവര് പിരിയുകയാണ്. ബിബിയച്ചൻ ഭവനത്തിലെത്തി. പഠിച്ചിരുന്ന സമയത്ത് സെബാൻ സമ്മാനമായി നൽകിയ റോസ് മെഴുകുതിരി എടുത്ത് കത്തിച്ചു വെച്ച് ട്യൂബിലായിട്ട് കെടുത്തി ഏതാനും വരികൾ സെബാനെ ഓർത്തുകൊണ്ട് എഴുതി. അതിനൊരു തലക്കെട്ടും അച്ഛന് പ്രകാരം നൽകി, ഡിയർ വൺസ് നെവർ ഡൈ. പ്രിയപ്പെട്ടവർ മരിക്കുന്നില്ല. ദൈവമൊഴികെ മറ്റൊന്നും ആ കുപ്പായക്കാരനെ അവസാന കാലത്ത് അലട്ടിയിരുന്നില്ല. 7ഉം 70ഉം ഇരട്ടി തമ്പുരാനെ സ്നേഹിച്ച സെബാൻ. യേശുക്രിസ്തു നമ്മോട് ചോദിക്കുന്ന ചോദ്യം പത്രോസിനോട് ചോദിച്ചതുപോലെ നമ്മോടും ചോദിക്കുകയാണ്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമുക്കുള്ള വെല്ലുവിളി അതാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? വളരെ സാഹസികമായൊരു ചോദ്യമാണ്, വളരെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യമാണ്. അത് നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറുവാനായി സാധിക്കുക എന്നുള്ളതാണ്. ജീവൻ ശരീരത്തോട് യാത്ര പറയുന്നതിന് മുൻപേ ലോകത്തോട് യാത്ര പറയുവാൻ നമ്മുടെ ആത്മാവിന് കഴിയുക എന്നുള്ളതാണ്. ദൈവത്തോട് ചേരുവാനായി സാധിക്കുന്ന ഒരു അനുഭവം, ആ ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കുവാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. റേ സ്റ്റെഡ്മാൻ ടോക്കിംഗ് ടു മൈ ഫാദർ എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ആഫ്രിക്കയിൽ 40 വർഷം മിഷണറി വേല ചെയ്ത് അമേരിക്കയിലേക്ക് മടങ്ങി വരുന്ന ഒരു മിഷണറി കുടുംബത്തിന്റെ ചരിത്രമാണ് ആ പുസ്തകത്തിൽ ഒരു കഥ ഇപ്രകാരം വായിക്കുവാനായിട്ട് സാധിച്ചു. 40 വർഷം തന്റെ ശുശ്രൂഷ നിർവഹിച്ച് അമേരിക്കയിലെ ടെക്സസിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുന്ന വളരെ വൃദ്ധനായ ഒരു മിഷണറിയും അദ്ദേഹത്തിന്റെ ഭാര്യയും. മനസ്സിൽ വളരെയധികം ആകുലതകളുണ്ട്. ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഒരു വീടില്ല. ഇനി തിരികെ ചെന്ന് വീട് എവിടെയെങ്കിലും വാടകയൊക്കെ എടുത്ത് അതിൽ ജീവിക്കണം. സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ വളരെ വിക്ഷോഭ മനസ്സോടുകൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ടെക്സസ് തീരത്തിനോട് അടുക്കുമ്പോൾ അദ്ദേഹം ദൂരെ നിന്നൊരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച മറ്റൊന്നുമല്ല, അവിടെ ടെക്സസിലെ മേയറും മറ്റ് ആളുകളും ഒക്കെ ഭരണാധികാരികളൊക്കെ അവിടെ വന്നിരിക്കുക. അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ കപ്പലിൽ അവരോടുകൂടെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന തിയോഡർ റൂസ്വെൽറ്റും യാത്ര ചെയ്യുന്നുണ്ട്. 2 ആഴ്ച ആഫ്രിക്കയിൽ ഒരു നായാട്ടിന് പോയി തിയോഡർ റൂസ്വെൽറ്റ് മടങ്ങി വരികയാണ്. ഉല്ലാസത്തിന് പോയി മടങ്ങി വരികയാണ്. ഈ മിഷണറിക്ക് ഇത് കണ്ടപ്പോൾ വല്ലാതെ പ്രയാസം തോന്നി. ഭാര്യ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് ഇരിക്കുന്നത്? നിങ്ങളുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ, എന്താണിത്? അദ്ദേഹം പറഞ്ഞു, നീ കണ്ടോ, നമ്മൾ 40 വർഷം ആഫ്രിക്കയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് ഇവിടെ ഒരൊറ്റ ആള് പോലുമില്ല. 2 ആഴ്ചത്തെ നായാട്ടിന് പോയി മടങ്ങി വരുന്ന തിയോഡർ റൂസ്വെൽറ്റിനെ സ്വീകരിപ്പാൻ എത്ര ആളാണ് വന്നിരിക്കുന്നത്? മിഷണറിയുടെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നീ നിന്റെ കർത്താവിനോട് ചോദിക്ക്. നിന്റെ പ്രയാസ വേളകളിൽ കർത്താവ് നിനക്ക് മറുപടി തരുമല്ലോ. അത് നിന്റെ ജീവിതത്തിൽ ആശ്വാസമാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അപ്രകാരം തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ കർത്താവിനോട് ചോദിക്കുക, എന്താണ് ഇങ്ങനെ? അവൻ തന്റെ മിഷണറി അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി പ്രാർത്ഥിച്ച് ചില നിമിഷങ്ങൾക്ക് ശേഷം പുറത്ത് ഇറങ്ങി വന്നപ്പോൾ മുഖം വളരെ സന്തോഷത്തോടുകൂടെ വളരെ പ്രസന്നനായി അദ്ദേഹത്തെ കാണപ്പെടുക. അപ്പൊ ഭാര്യ ചോദിച്ചു, കർത്താവിനോട് സംസാരിച്ചോ? അദ്ദേഹം മറുപടി പറഞ്ഞു, കർത്താവിനോട് സംസാരിച്ചു. എന്നോട് ഇപ്രകാരം പറഞ്ഞു,
Don't worry, my son. Theodore Roosevelt is returning to his homeland, but you are not yet. തിയോഡർ റൂസ്വെൽറ്റ് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. നീ നിന്റെ സ്വന്തം നാട്ടിലേക്കല്ല മടങ്ങി വരുന്നത്. നീ നിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ആ സ്വർഗ കവാടത്തിൽ നിന്നെ സ്വീകരിപ്പാനായി, നിന്റെ കരം പിടിച്ച് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുവാനായി ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതിൽ വലിയൊരു ഉറപ്പ് നിനക്ക് എന്താണ് വേണ്ടത്? ഈ ലോകപ്രകാരമുള്ള സ്ഥാനമാനങ്ങൾക്ക് അതിനൊക്കെ പരിമിതികളുണ്ട്. അതിലൊക്കെ അപ്പുറമായി നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവോ? ഒറ്റയൊരു ചോദ്യം കർത്താവ് നമ്മോടും ചോദിക്കുകയാണ്. നമ്മുടെ ജീവിതം ദൈവനാമ മഹത്വത്തിന് ഉതകുന്നതായി തീരുവാൻ, ദൈവമേൽപ്പിച്ചിരിക്കുന്ന വെല്ലുവിളികളെ നേരിടുവാൻ കർത്താവ് നമ്മോട് ഒറ്റ ചോദ്യം മാത്രം പത്രോസിനോട് ചോദിച്ചതുപോലെ, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ വല്ലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്ന് അവനോട് പറഞ്ഞു. നമ്മുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രസാദകരമാകുന്ന വിധത്തിൽ, നമ്മുടെ നിലപാടുകൾ ദൈവത്തിന് ഏറ്റവും ഹിതകരമാകുന്ന വിധത്തിൽ നിറവേറ്റിക്കൊണ്ട് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും നമ്മുടെ ഈ ജീവിതയാത്രയിൽ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണം ഒരുമിച്ച് ചേർന്ന് ചൊല്ലാം. നിഖ്യ വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ളതായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകർക്കും മുമ്പേ തന്റെ പിതാവ് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവനുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ. അവനാൽ സകലമുണ്ടായി. അവൻ മനുഷ്യനായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ നിന്ന് മരിച്ചു മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകനെ പ്രവേശനമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ബപ്തിസ്മയെ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ തലകളെ വണക്കാം. ഇന്ന് നാം കേട്ടതായ വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് വിളിച്ച് വേർതിരിച്ചതായ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഇടപെടലുകളെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. തൻ്റെ വിളിയും തൻ്റെ തിരഞ്ഞെടുപ്പും തൻ്റെ ജീവിതത്തിൽ കർത്താവിനാലുണ്ടായ ശാസനയും അതുപോലെ തന്നെ കർത്താവിനെ തന്റെ നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഉയർത്തുന്നതും സ്ഥാനമായിട്ട് കർത്താവ് നൽകിയ നിയോഗവും നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. എന്നാൽ അതിൻ്റെയൊക്കെയും മധ്യത്തിൽ ഇടറിപ്പോയ ജീവിത സാഹചര്യങ്ങളിൽ, പതറിപ്പോയ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് കൈവിടാതെ തന്നെ കരം പിടിച്ച് ബലപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിയോഗങ്ങൾ ഏൽപ്പിക്കുന്നതായി നാം നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സ്നേഹത്താൽ വിളിക്കപ്പെട്ടവരാണ് നാം. കർത്താവിന്റെ സ്നേഹത്താൽ നിയോഗങ്ങൾ നൽകപ്പെട്ടവരാണ്. കർത്താവ് നമ്മോടും ചോദിക്കുന്നു, നമ്മുടെ ഇടർച്ചകളുടെയൊക്കെയും മധ്യത്തിൽ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഈ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയുവാനായിട്ട് കഴിയണം. അത് കഴിയുന്നില്ല എങ്കിൽ ഒരു പുനഃസമർപ്പണത്തിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ
ദൈവവചനം നമ്മോട് പ്രസ്താവിച്ച പ്രിയ മാമനച്ചനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. തൻ്റെ ശുശ്രൂഷ മേഖലകളിൽ, പ്രത്യേകിച്ച് പഠന കാലഘട്ടത്തിൽ ദൈവകൃപ ധാരാളമായിട്ട് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളിയും തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലിത്താനി ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. മേലിൽ നിന്നുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിനു വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും ശേഷാൽ ഉത്തരേന്ത്യാ സഭയുടെയും ദക്ഷിണേന്ത്യാ സഭയുടെയും മോഡറേറ്റർമാർക്ക് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും തോമസ് കേമൻ എന്ന നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ചില നിമിഷങ്ങൾ നമുക്ക് നമ്മെ തന്നെ ദൈവ കൃപയിൽ പരമേൽപ്പിക്കാം. നാം കടന്നു പോകുന്നതായ ഈ പ്രത്യേക സാഹചര്യത്തെ നമുക്ക് ദൈവ കൃപയിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും കോവിഡ് മഹാമാരിയിൽ ഇപ്പോഴും ഭയചകിതരായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ഇടപെടൽ മാത്രമാണ് ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരം. മനുഷ്യരാൽ സാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ മഹാമാരി കർത്താവേ ഭൂമിയിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന് അവിടുന്ന് കർത്താവേ അവിടുത്തെ കരം നീട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ മഹാമാരിയുടെ കഠിനതയിൽ കൂടെ കടന്നു പോകുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗത്താൽ ഭാരപ്പെടുന്നവരെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നിരീക്ഷണത്തിലായിരിക്കുന്നവരുണ്ട്. ഈ രോഗത്തിന്റെ നിർമ്മാർജ്ജനത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ, കഠിനാധ്വാനം ചെയ്യുന്നു. ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, വോളണ്ടിയേഴ്സ്, ഈ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാവരോടും അവിടുന്ന് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളുടെ മേൽ അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം നീട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
തക്കതായ മരുന്ന് കണ്ടുപിടിക്കുവാനായിട്ട് പ്രയത്നിക്കുന്നതായ ശാസ്ത്രജ്ഞന്മാരെയൊക്കെയും നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, മനുഷ്യന്റെ പ്രയത്നങ്ങൾ ശുഭകരമായി തീരുന്നത് അവിടുത്തെ ഇടപെടൽ കൊണ്ട് മാത്രമാകുന്നുവല്ലോ. ശുഭകരമായി നടപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ അഭ്യസിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുവാൻ അവിടുന്ന് തുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, 176 വർഷം ഞങ്ങൾ പിന്നിടുമ്പോൾ ആത്മീയമായി കർത്താവെ ഒരു പടി കൂടെ ഉയർന്നു വിശ്വാസ പോരാട്ടത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലും വചന പഠനത്തിലും കർത്താവെ പരിപൂർണ സമർപ്പണത്തിലും കൂടെ ആത്മീയ വർധനവുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഈ നാളുകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭവനങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആ വലിയ വിശ്വാസത്തോടെ നിന്നുള്ള പ്രത്യാശയിൽ നിൽപ്പാൻ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗികളും ബലഹീനരുമായിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കോവിഡ് രോഗത്താൽ ഭാരപ്പെട്ടിരുന്നവർക്കൊക്കെയും കർത്താവ് കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം. ഭവനങ്ങളിൽ വിശ്രമിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ അധികം ദൈവകൃപയിൽ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ കുഞ്ഞുങ്ങള് എല്ലാവരെയും ദൈവകൃപയിൽ ഏൽപ്പിക്കാം. ഓരോ ദിവസവും തങ്ങളുടെ ജോലിക്കായിട്ട്, പഠനത്തിനായിട്ട്, മറ്റാവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോകുമ്പോൾ കർത്താവെ ഒരു പ്രതിയോഗിയുടെയും ആക്രമണത്തെ കർത്താവ് ഉണ്ടാവാതെ അവരെ അവിടുത്തെ ചിറകടിയിൽ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്തക്കോട്ടയിൽ മറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവനക്കാരെ നമുക്ക് ഓർക്കാം. കർത്താവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുക്കപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഭവനങ്ങളുണ്ട്. സ്വന്തമായിട്ട് ഭവനമില്ലാതെ, കർത്താവേ, ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവർ, മറ്റ് പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന എല്ലാവരും ദൈവകൃപയിൽ ഏൽപ്പിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരെല്ലാവരെയും ദൈവകൃപയുടെ തണലിൽ നമുക്ക് സമർപ്പിക്കാം. ഈ നാളുകളിൽ കർത്താവെ, അവിടുത്തെ ചിറകടിയിൽ ഞങ്ങളുടെ ഭവനങ്ങളെയൊക്കെ അവിടുന്ന് കരുതണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ, ദേവാലയങ്ങളിലുള്ളവര്, ഭവനങ്ങളിൽ പ്രാർത്ഥനയിൽ, ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ നിരാശയുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ വേദനയുടെ അനുഭവങ്ങൾ, ആരോടും പങ്കിടുവാൻ കഴിയാതെ ഹൃദയത്തിൽ ഭാരമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നതായ നിങ്ങളുടെ ചിന്താകുലങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വയ്ക്കുക. ആ ഗലീല കടൽ പുറത്ത് ശിഷ്യന്മാരോട് ചേർന്നിരുന്ന കർത്താവ് നമ്മോടും ചേർന്നിരിക്കുന്ന ഈ നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. ഒരു വ്യവസ്ഥയും പറയാതെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നു. എല്ലാവർക്കും ഈ നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കും. ആടുകൾക്കു വേണ്ടി Ne
നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളും തികഞ്ഞവരുമൊക്കെയും ഞങ്ങൾക്ക് അനുഗ്രഹിക്കുകയും സ്വർഗത്തിലെ സകല ആത്മീയ വരങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസത്തില് കർത്താവേ, അങ്ങേ പാദമെടുത്തെങ്കിലായിരിക്കാൻ നിന്റെ വചനം കേൾക്കുവാനായിട്ട് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്നതായ പദവിക്കായിട്ട് സ്തോത്രം. കർത്താവേ, തിരുവചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഞങ്ങളുടെ ഇടർച്ചകളിലും ഞങ്ങളുടെ താഴ്ചകളിലും കർത്താവേ, ഞങ്ങളോട് ചേർന്നിരുന്ന് സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പുതിയ പുതിയ നിയോഗങ്ങൾ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം അവിടുന്നാവുന്നു. ആ ദർശനത്തോടെ ജീവിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ ദർശനം വെച്ചതായ എല്ലാ അപേക്ഷകളും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ഏൽപ്പിച്ചേരിയാണ് കർത്താവേ. ഞങ്ങളുടെ അറിവില്ലായ്മ മൂലം പല കാര്യങ്ങളും ഞങ്ങൾ ചോദിക്കുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ടപ്പാ. ഹൃദയമാരുടെ കർത്താവേ, ഹൃദയവേദനയിൽ നിന്റെ സന്നിധിയിലിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ നിന്റെ പിതൃതയെ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ആശങ്കകളിൽ കൂടെ കടന്നു പോകുന്നവര്, ആകുല ചിന്തകളിൽ കൂടെ കടന്നു പോകുന്നവര്, മാനസിക സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്നവര് എല്ലാവരുടെ മേലും കർത്താവേ അവിടുത്തെ സ്വർഗീയമായിട്ടുള്ള വാഴ്വുകളെ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവരുടെ അപേക്ഷകളുടെ മേൽ സ്വർഗം പ്രസാദിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരും വരെ നിന്റെ പിതൃതയെ ഞങ്ങളെ സൂക്ഷിച്ച് വഴി നടത്തണമേ. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് അവിടുന്ന് നൽകിയതായ എല്ലാ സ്വർഗീയ വാഴ്വുകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് മാത്രം മഹത്വം എടുത്താട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. അവിടുത്തെ രാജ്യം വരണമേ. അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാർ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും ദൈവത്തിന്റെ കൃപയുള്ള കരുണയിലും സംരക്ഷണയിലും ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും പരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ കാക്കട്ടെ. കർത്താവ് തന്റെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കരുണയുള്ളവനാകട്ടെ. കർത്താവ് തന്റെ തിരുമുഖം പ്രസാദം നിങ്ങളുടെ മേൽ ഉയർത്തി എപ്പോഴും സമാധാനം നൽകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട പി കെ മാമനച്ചനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.